ചേരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടിയുണ്ട്. ശ്രീജിത്ത്, 3 ദിവസത്തിനപ്പുറം ഒരു വലിയ ആഘോഷത്തിലേക്ക് പോകേണ്ടിയിരുന്ന നാട് കൂടിയാണിത്. അതിനുള്ള ഒരുക്കങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൂരം നടത്തിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വെടിക്കെട്ട് ഏറെക്കുറെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനമായിട്ടുണ്ട്. ചടങ്ങ് മാത്രമായി പൂരം ചുരുക്കാനാണോ നിലവിലുള്ള ധാരണ? അങ്ങനെ ഒരു ധാരണയിലേക്ക് പൂർണ്ണമായി എത്തിയെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അസിത. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചേർന്ന് ഒരുമിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ക്യാബിനറ്റ് ഇന്ന് ചേർന്നിരുന്നു. ആ ക്യാബിനറ്റ് യോഗത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുമായി സംസാരിച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം എന്നാണ് പറയുന്നത്. നേരത്തെ അസിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെടിക്കെട്ട് എന്ന തീരുമാനത്തിൽ നിന്ന് തിരുവമ്പാടി പിന്നോട്ട് പോയിരിക്കുന്നു. കാരണം അവർക്കിനി പൊട്ടിക്കാനൊന്നുമില്ല. എല്ലാ വെടിമരുന്നുകളും പൊട്ടിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പൂർണ്ണമായി കത്തി സ്ഫോടനമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വെടിക്കെട്ട് അവർ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. പാറമേക്കാവിൻ്റെതാണെങ്കിൽ അവർക്ക് കൊല്ലങ്കോട് മുതലമട ഭാഗത്താണ് അവരുടെ മഗസിനൊക്കെ ഇരിക്കുന്നത്. അവിടെയാണ് ആ വെടിക്കെട്ട് നിർമ്മാണശാലയുള്ളത്. അതിന് പാലക്കാട് ജില്ലാ കളക്ടറും RDOയും ഒക്കെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ഒരു അന്തിമമായ തീരുമാനം പാറമേക്കാവുമായി സംസാരിച്ച് എടുക്കുമെന്നാണ് അല്പസമയം മുൻപ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് സെക്രട്ടറി ഗിരീഷ് കുമാർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അക്കാര്യത്തിലുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങളൊരു നിർദ്ദേശവും തൽക്കാലം മുന്നോട്ട് വെക്കാനില്ല. ഒരു തീരുമാനം ഉണ്ടാകട്ടെ, അതായത് സമവായം ഉണ്ടാകട്ടെ. അത് നാളെ രാവിലെ 10 മണിയോട് കൂടി ചേരുന്ന ഒരു യോഗത്തിലായിരിക്കും, അത് കളക്ടറേറ്റിലായിരിക്കും ആ യോഗം ചേരുക. അതിൽ ജനപ്രതിനിധികളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതരും ഒക്കെ ഉദ്യോഗസ്ഥരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു യോഗമായിരിക്കും. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. മൃതദേഹം ലഭിച്ച ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി തിരുവമ്പാടിക്ക് പൊട്ടിക്കാനുള്ള പടക്കങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അവർ ഉപേക്ഷിക്കുകയാണ് ഇത്തരത്തിൽ വെടിക്കെട്ട് എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ അസിത സൂചിപ്പിച്ച പോലെ ഒരു ചടങ്ങ് മാത്രമായി, ഒരു ആനപ്പുറത്ത് അല്ലെങ്കിൽ 2 ആനപ്പുറത്ത് ഒരു ചടങ്ങ് മാത്രമായി നടത്തുമോ, അതോ ഇനി വെടിക്കെട്ട് ഒഴിവാക്കി മറ്റു ചടങ്ങുകളിലേക്ക് കടക്കുമോ, അങ്ങനെയുള്ളൊരു ചർച്ചകളിലേക്കാണ് ഇനി പോകേണ്ടത്. അത് അറിയണമെങ്കിൽ നാളെ വരെ കാത്തിരിക്കണം. നാളെ രാവിലെ 11 മണിക്കാണ് ആ യോഗം ചേരുന്നത്. എന്തായാലും നിരാശയിലാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. അതിനപ്പുറത്തേക്ക് വലിയ സങ്കടത്തിലാണ്. അസിത സൂചിപ്പിച്ച പോലെ തന്നെ 2-3 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് മറ്റന്നാൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു പടിപടിയായി തൃശ്ശൂർ പൂരം കൊട്ടിക്കയറുന്ന ഒരു ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. എന്തായാലും ആ പൂരാവേശം പൂർണ്ണമായി കെട്ടുപോയിരിക്കുന്നു. ഇനി പൂരം ഏത് തരത്തിൽ നടത്തണമെന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അസ്ത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.